ഹലോ, വെൽക്കം ടു അവർ ചാനൽ അമ്മമ്മ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. അമ്മയുടെ അല്ല, എൻ്റെയാണ്. ബിരിയാണി വെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് കണ്ടിട്ട് വന്നാലോ അത്. ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ട് അരച്ചിടുക. ഇനി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഇത് നമ്മളെടുത്തേക്കുന്ന 2 കിലോ ചിക്കനാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചേക്കണ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും ആവും, ആ മസാല എല്ലായിടത്തേക്കും പിടിക്കും. പിന്നെ ഇനി കുറച്ച് തൈര് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റായിരിക്കും, മാംസമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്കിത് അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു തരുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ മൊബൈൽ ഹാൻഡിൽ ചെയ്യുന്ന കാരണം കൊണ്ടാണ് അമ്മ ചെയ്തു തരുന്നത് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം തട്ടിപ്പൊത്തി എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഇനി ചട്ടി വെച്ചു, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വല്ലാതെ മുരിയണ്ട, എന്നാലും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് കൊടുത്തു. ഇത് ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണം. എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒരു 1.5 സവാള ഉണ്ടാവണം. ഇത് ഞാനെല്ലാം കൂടി ഒരുമിച്ചാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഒരു 2 സവാളയോളം നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് സോട്ടാവാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഈ പരിവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി മാത്രമേ ഇടാത്തുള്ളൂ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ എങ്ങനെയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മുളക് പൊടി അതിൻ്റെയൊക്കെ ഇല്ലേ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത്തിരി കാശ്മീരി മുളക് പൊടി കൂടി ഇടുവാണ് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റി വെച്ചേക്കണ മസാലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം.
ആ സമയം കൊണ്ട് ഇത് വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അത് അടുപ്പത്ത് ഒരു പാൻ വെച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്ക് കിസ്മിസും കാഷ്നട്ടും വറുത്തെടുക്കാം. ഓൾറെഡി ഞാൻ കാഷ്നട്ട് വറുത്തെടുത്തു. നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള വറുത്ത് കോരണം. ഈ സവാള വറക്കുമ്പോൾ ഇച്ചിരി ഒരു 2 തരി പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഗോൾഡൻ കളറിൽ വരും കേട്ടോ. ഇനി നമുക്കിത് മസാലകൾ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇത്തിരി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ഫ്ലേവർ കിട്ടും ഇതിൻ്റെയൊക്കെ. അപ്പം അതും കൂടി ചേർക്കുക. ഇനി അരി ചേർക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. 2.5 ഗ്ലാസ്സാണ് അരി എടുത്തേക്കണേ. പഴുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ച് ഡാൽഡ കൂടെ ഒഴിക്കണം. അത് മറ്റേ നമ്മൾ മസാലകൾ ഇട്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, അതിൻ്റെ ഒപ്പം തന്നെ ഡാൽഡ ഇടേണ്ടവർക്ക് ഇടാം. ഞാനത് വിട്ടുപോയതാണ് ഡാൽഡ ഇടാൻ വേണ്ടിയിട്ട്, അത് കാരണം കൊണ്ട് ഇപ്പം ഇട്ടു. ഇനി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് അരി. ചിക്കൻ എന്തായാലും നോക്കിയിട്ട് വരാം. നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടി ആവാനുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഒരു 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ ഇട്ടത്. ക്യാരറ്റ് ഇടാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിക്കുക. പിന്നെ അത് ഈ അരി ഒട്ടി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അത് ഉപ്പ് മുകളിൽ വന്ന് നിൽക്കണം. നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് മെയിനായിട്ട് വന്ന് നിൽക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ കോഴിക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടിയും കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒത്തിരി നേരം 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കോഴിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, സവാള ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളറൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഞാൻ ഇളക്കി മറക്കുകയാണ് കേട്ടോ. ആഹാ, എൻ്റെ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നമ്മുടെ ബിരിയാണി ദേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ ബിരിയാണി
ചോദിച്ചു നോക്കിയാലോ നമുക്ക് അമ്മയുടെ അടുത്ത്. എങ്ങനെയുണ്ട് അമ്മ ബിരിയാണി? സൂപ്പറായിണ്ടാ? നല്ല പാകം, നല്ല രസമുണ്ട്. ഞങ്ങളുടെ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അമ്മൂണ് ഇതെല്ലാം ചെയ്തത്. ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാക്കിയത് അമ്മുവാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ.